അത് ഈ ഒരു കഥ സിനിമയായിട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞ് അതിലോട്ട് ഉള്ള കഥാപാത്ര നിർമ്മിതിയിൽ വേറെയും ഇതുമായിട്ട് ബന്ധമില്ലാത്ത ചില സംഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പരിചയമുള്ള ചില ആൾക്കാരിൽ നിന്നുമൊക്കെ ചില ചില ഇൻസ്പിറേഷൻസ് എടുത്തെടുത്തിട്ടാണ് ഇതിലെ ചില കഥാപാത്രങ്ങളുടെ നിർമ്മിതി നടത്തിയത്. അങ്ങനെ ആ നിർമ്മിതി നടത്തിയ സമയത്ത് തന്നെ ഈ സബ്ജക്റ്റിലുള്ള വിശ്വാസത്തോടൊപ്പം തന്നെ കഥാപാത്രത്തിനും അതേപോലെ കഥാപാത്രത്തിന്റെ ചില പ്രത്യേകതകൾ കൊണ്ടും ഇത് മമ്മൂക്കയും കൂടെ ഇതിനകത്തുണ്ടെങ്കിൽ ഇത് സിനിമയ്ക്ക് ഗുണപരമായിട്ട് സഹായം കിട്ടുമെന്ന് തോന്നിയായിരുന്നു. അതിലുപരി ഇത് മമ്മൂക്കയിലോട്ട് എങ്ങനെയും എത്തിയാൽ ചിലപ്പോൾ അദ്ദേഹത്തിനും ഇഷ്ടം തോന്നാൻ സാധ്യതയുണ്ട് എന്നൊരു ആത്മവിശ്വാസം കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അങ്ങനെ ഒരു ശ്രമം നടത്തി നോക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പൊ നമുക്കറിയാം ഒരുപാട് പുതുമുഖ സംവിധായകർക്ക് അവസരം കൊടുക്കുകയും അത് അങ്ങനെ അവസരം കൊടുത്തത് വിജയകരമായിട്ട് ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് സംവിധായകർ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പക്ഷെ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് റിയലിസ്റ്റിക്കലി പോസിബിൾ ആണോ നിർബന്ധമില്ല. അതുപോലെ ശ്രമം നടത്തി അങ്ങോട്ട് എത്താത്ത ഒരുപാട് പേരും ഉണ്ടായിരിക്കും, നമുക്ക് അറിയാത്ത പലരും. അപ്പൊ എന്തായാലും ഒന്ന് ശ്രമം നടത്താൻ തോന്നി. അങ്ങനെ ഒന്ന് നമുക്ക് പിന്നെ ഞാൻ 1-2 സിനിമയിലെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും പിന്നെ കുറുപ്പെന്ന സിനിമയിൽ ഞാൻ പിന്നെ മാമാങ്കം എന്ന് പറഞ്ഞ സിനിമയിലാണ് മമ്മൂക്കയായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തത്. സജീവ് പിള്ള എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ സമയത്ത് അദ്ദേഹത്തിനോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് കുറുപ്പില് സഹ എഴുത്തുകാരനായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലും ആ സമയത്ത് സഹസംവിധായകന്റെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ചില പരിചയങ്ങൾ വഴിയാണ് അദ്ദേഹത്തിലോട്ട് എത്താൻ ഒരു ശ്രമം നടത്തി. കുറച്ച് സമയം എടുത്തിട്ടാണ് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനും അപ്പൊ നമ്മൾ അപ്രോച്ച് ചെയ്ത ആൾക്കാർക്കും നമുക്ക് തോന്നി അതേ ആത്മവിശ്വാസം അവർക്കും തോന്നിയായിരുന്നു. അങ്ങനെ തോന്നിയത് കൊണ്ടാണ് അങ്ങോട്ട് എത്താൻ പറ്റിയെന്ന് തോന്നുന്നു. അപ്പൊ അദ്ദേഹത്തിനും അതിലൊരു താല്പര്യം എങ്ങനെ തോന്നി. അങ്ങനെയാണ് ഈ പ്രോജക്റ്റ് സംഭവിക്കുന്നത്.